പലപ്പോഴും ഒരേ കാര്യം തന്നെ ഒരുപാട് പ്രാവശ്യം ആവർത്തിച്ചു പറയുന്ന പല സ്വഭാവക്കാരും നമുക്ക് ചുറ്റുമുണ്ട്. ഇത് പറയുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഒരു കാര്യം വീണ്ടും വീണ്ടും കേൾക്കുമ്പോൾ നമുക്കതൊരു ബുദ്ധിമുട്ടായി മാറാറുണ്ട്. പ്രത്യേകിച്ച് ദാമ്പത്യ ജീവിതത്തിൽ ഇത്തരമൊരു കാര്യം വീണ്ടും വീണ്ടും കേൾക്കേണ്ടി വരുമ്പോൾ ആർക്കായാലും ദേഷ്യം വരും. ചില സ്ത്രീകൾ ഇക്കാര്യം പലപ്പോഴും മറന്നുപോകുന്നു. അവർ പറഞ്ഞ കാര്യം തന്നെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും എന്നു മാത്രമല്ല അതിനെക്കുറിച്ച് പിറുപിറുത്തുകൊണ്ടിരിക്കുകയും ചെയ്യും. എന്നാൽ ഇത്തരം സ്വഭാവമുള്ള ഭാര്യയെ എങ്ങനെ കൈകാര്യം ചെയ്യാമെന്നത് ഒരു ചോദ്യമാണ്. ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ അത്തരം സ്വഭാവമുള്ള ഭാര്യമാരെ നിയന്ത്രിക്കാൻ സാധിക്കും. ഒരേ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് ദമ്പതികൾ തമ്മിലുള്ള അകലം വർദ്ധിക്കാൻ കാരണമാകുന്നു. എന്നാൽ ഇതിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും ഭാര്യയുടെ തലയിൽ ഇടേണ്ട കാര്യമില്ല. കാരണം ഭർത്താക്കന്മാരും അതിന് ഒരു പരിധിവരെ കാരണക്കാരാണ്. പല പുരുഷന്മാരും ഭാര്യമാർ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അതിന് വേണ്ടത്ര ശ്രദ്ധ നൽകുന്നില്ല. അതാണ് പ്രശ്നം വർദ്ധിക്കുന്നത്. പലപ്പോഴും ഭാര്യയോട് ഇക്കാര്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കണം. എന്താണ് പ്രശ്നം, അതിന് എന്താണ് പരിഹാരം എന്നതെല്ലാം ഒരുമിച്ച് ഇരുന്ന് സംസാരിച്ചാൽ ആ പ്രശ്നം അവിടെ തീരും. മൗനം ദാമ്പത്യ ജീവിതത്തിൽ അത്ര നല്ല സ്വഭാവമല്ലെങ്കിലും ചില സന്ദർഭങ്ങളിൽ അതൊരു അനുഗ്രഹമാണ്. കാരണം പലപ്പോഴും ഭർത്താവിനോട് എത്രയൊക്കെ വിശദീകരിച്ചിട്ടും വീണ്ടും വീണ്ടും ആവർത്തിച്ചു പറഞ്ഞിട്ടും കാര്യങ്ങളിൽ മാറ്റം സംഭവിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിർബന്ധമായും നിങ്ങൾ മിണ്ടാതിരിക്കുക എന്നത് ഒരു വഴിയാണ്. കാരണം അത് ഭർത്താവിനും കാര്യങ്ങൾ മനസ്സിലാക്കാൻ സഹായിക്കും. അതോടൊപ്പം തന്നെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും സ്വയം മാറുന്നതിനും നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യുന്നു. ഭർത്താവ് ഭാര്യയിൽ നിന്നും ചില കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെ ഭാര്യയും ഭർത്താവിൽ നിന്ന് ചില കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്നാൽ അത് ലഭിക്കാതെ വരുന്ന അവസ്ഥയിലാണ് പലപ്പോഴും ഭാര്യ പുറകെ നടന്ന് പറയേണ്ട അവസ്ഥ വരുന്നത്. അത് പലപ്പോഴും ദാമ്പത്യത്തിൽ പ്രശ്നങ്ങൾ വർദ്ധിക്കാൻ കാരണമാകുന്നു. മാത്രമല്ല വളരെ കാലമായി നിലനിൽക്കുന്ന ഒരു കാര്യം പോലും പലപ്പോഴും ഭർത്താവിന്റെ ചിന്തയിൽ വരണമെങ്കിൽ ഭാര്യ ആ വിഷയം പറഞ്ഞുകൊണ്ടേയിരിക്കണം. ഭാര്യ നിങ്ങളോട് എങ്ങനെയാണോ പെരുമാറുന്നത് അതുപോലെ തന്നെ ഭാര്യയോട് പെരുമാറുക. നിങ്ങൾ ഒരു 100 തവണ ശ്രമിച്ചിട്ടും ഭാര്യയുടെ ഇത്തരം സ്വഭാവം ശരിയാക്കാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ എത്രയും വേഗം ഒരു സൈക്കാട്രിസ്റ്റിനെ സമീപിക്കുക എന്നതാണ് അടുത്ത സ്റ്റെപ്പ്. മുഴുവൻ കാര്യവും അദ്ദേഹത്തോട് പറയുകയും അദ്ദേഹത്തിന്റെ ഉപദേശം സ്വീകരിക്കുകയും ചെയ്യുക. അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് ഈ പ്രശ്നം എളുപ്പത്തിൽ പരിഹരിക്കാൻ സാധിക്കുകയുള്ളൂ. എന്നു മാത്രമല്ല ഒരുമിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതിന് സാധിക്കുകയും ചെയ്യുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.